ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും പുറമേ നിന്ന് കാണുന്ന സമയത്ത് അവരുടെ ജീവിതം വളരെ സന്തോഷമാണ് എന്ന് തോന്നുമെങ്കിലും ഓരോരുത്തരുടെയും സ്ഥാനത്ത് പോയി ഇരുന്ന് നോക്കിയാൽ മാത്രമേ അവരുടെ വേദനകളെയും ദുഃഖങ്ങളെയും കുറിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അവരുടെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ നമ്മൾ അനുഭവിക്കുന്നതൊന്നും ഒന്നും തന്നെയല്ല എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. എങ്കിലും പലതരത്തിലുള്ള കഷ്ടപ്പാടുകളാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകളിൽ ആദ്യം വിളിക്കുവാൻ തോന്നുന്നത് നമ്മുടെ അമ്മയെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും വേദനകൾ വരുമ്പോഴും നമ്മൾ ആദ്യം വിളിക്കുന്നത് ലോകമാതാവായ ജഗദാംബികയെയാണ്. ശക്തി സ്വരൂപിണിയും പ്രപഞ്ച മാതാവുമായ ആദിപരാശക്തിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വേദനകൾ വന്നാലും എത്ര ദുഃഖങ്ങൾ വന്നാലും എത്ര ദുരിതങ്ങൾ വന്നാലും അത് താങ്ങുവാനുള്ള ശക്തി ദേവി നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും. മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളെയെല്ലാം ദേവി നടത്തിത്തരും. നമ്മൾ മനസ്സുരുക്കി അമ്മേ എന്ന് വിളിച്ചാൽ മാത്രം മതി, മക്കളായ നമ്മുടെ അരികിലേക്ക് പരമേശ്വരി ഓടിയെത്തുന്നതായിരിക്കും. ആദിപരാശക്തിയുടെ അനുഗ്രഹത്തിനായി നിത്യവും നമ്മുടെ വീടുകളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. പക്ഷേ ദിവസവും എല്ലാവർക്കും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല. ലോകമാതാവിൻ്റെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലളിതാ സഹസ്രനാമം ജപിച്ചാലുള്ള ഫലങ്ങൾ എന്താണ് എന്നും നമുക്കറിയാം. പക്ഷേ ദിവസവും സഹസ്രനാമം ജപിക്കുവാൻ സാധിക്കാത്തവർ ചൊല്ലേണ്ട ഒരേ ഒരു ദേവി നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത്. ജീവിതത്തിലെ എത്ര വലിയ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഒരു നാമം നിത്യവും ജപിച്ചാൽ മതി. ഏത് സമയത്ത് ജപിക്കണമെന്നോ എപ്പോൾ ജപിക്കണമെന്നോ ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അമ്മയായ പരാശക്തിയെ നമ്മൾ വിളിക്കുവാൻ നമുക്ക് സമയവും കാലവും എന്തിനാണ്? അതിനാൽ തന്നെ നിങ്ങൾക്ക് എപ്പോൾ മനസ്സിൽ താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ വരുന്നുവോ, മനസ്സ് വിങ്ങിപ്പൊട്ടുന്നു എന്ന് തോന്നുന്നുവോ ആ സമയങ്ങളിൽ നിങ്ങൾ മനസ്സുരുകി അമ്മയുടെ ഈ നാമം വിളിച്ചാൽ നമ്മുടെ അരികിലേക്ക് ഓടിയെത്തും നമ്മുടെ അമ്മ. ഏതൊരു മക്കളും വളരെ സങ്കടത്തോടു കൂടി അമ്മയെ എന്ന് വിളിച്ചാൽ ആ അമ്മ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ കേൾക്കാതിരിക്കും? എങ്ങനെ നമ്മളെ കണ്ടില്ല എന്ന് നടിക്കും? നമ്മുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, അത് ആരോഗ്യമാണെങ്കിലും ശരി, സാമ്പത്തികമാണെങ്കിലും ശരി, മാനസികപരമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി, വേറെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അമ്മയുടെ തൃപ്പാദത്തിലേക്ക് നമ്മുടെ വേദനകൾ സമർപ്പിച്ചാൽ ദേവി നോക്കിക്കൊള്ളും ബാക്കി എല്ലാ കാര്യങ്ങളും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് നാമങ്ങൾ ദേവിക്കുണ്ടെങ്കിലും കൂടി ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ നാമം വളരെ ശക്തിയാർന്നതാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഏത് സമയമെന്നോ ഏത് ദിവസമെന്നോ നോക്കേണ്ട കാര്യമില്ല എങ്കിലും കൂടി ഒരു വെള്ളിയാഴ്ച ദിവസമോ പൗർണമി ദിവസമോ അതുമല്ലെങ്കിൽ അഷ്ടമി തിഥി ദിവസമോ ഈ നാമം ജപിച്ചു തുടങ്ങിക്കോളൂ. ഒരു ദിവസം 108 തവണ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നമുക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം ദേവിയോട് ഈ നാമം നമുക്ക് ചൊല്ലാം. എങ്കിലും ആദ്യത്തെ ദിവസം നിങ്ങൾ ചൊല്ലിത്തുടങ്ങുമ്പോൾ ഒരു നിലവിളക്ക് തെളിയിച്ച് നിലവിളക്കിന് മുൻപിൽ ഒരു ശുദ്ധമായ തുണിയോ മനപ്പലകയോ ഇട്ടുകൊണ്ട് നമ്മൾ വിനായക ഭഗവാനെയും കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ ഈ തിരുനാമം നിങ്ങൾ 108 തവണ ജപിച്ചു നോക്കുക. ആ നിങ്ങൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് പൂജകൾ ചെയ്യുക. അതുപോലെ തന്നെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. നിലവിളക്കിനെ നമ്മൾ എപ്പോഴും മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് ആദിപരാശക്തിയുടെ സ്വരൂപമായിട്ടാണ്. അതിനാൽ നിങ്ങൾക്ക് മന്ത്രം ജപിക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഏതു സമയത്ത് വേണമെങ്കിലും മനസ്സിലെ ഭാരം കുറയുവാനായി, നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടുവാനായി, ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ അതെല്ലാം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അമ്മേ നിങ്ങൾ എൻ്റെ കൂടെയില്ലേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ വിളിച്ചുകൊണ്ട് ഈ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മളെ കാത്തുരക്ഷിക്കാൻ കാർത്യായനി ദേവി വരും
എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. അത്രയും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്ന് കാണാം. ശ്രീ ലളിതാംബികയെ നമ, ശ്രീ ലളിതാംബികയെ നമ, ശ്രീ ലളിതാംബികയെ നമ, ശ്രീ ലളിതാംബികയെ നമ. ഈ ഒറ്റവരി നാമം മാത്രം മതി. ലളിതാ സഹസ്രനാമം പൂർണ്ണമായും വായിച്ചതിൻ്റെ ഫലങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും. നിത്യവും നമ്മൾ ചൊല്ലുമ്പോൾ ദേവി നമുക്ക് അനുഗ്രഹം തന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും. നമ്മുടെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമെല്ലാം അതെല്ലാം താങ്ങുവാനുള്ള ശക്തി തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. മറ്റു സഹസ്രനാമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ശ്രീമാത എന്നുള്ള നാമത്തിൽ തുടങ്ങി ലളിതാംബികയെ നമ എന്നുള്ള നാമത്തിൽ അവസാനിക്കുന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങൾ ദേവിയുടെ എന്ന് പറയുന്നത്. നിങ്ങൾ ലളിതാ സഹസ്രനാമം ചൊല്ലുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതല്ലെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. രോഗദുരിതങ്ങൾ, മനക്ലേശങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, അതുപോലെ തന്നെ ജാതക ദോഷങ്ങൾ, ഗ്രഹദോഷങ്ങൾ തുടങ്ങി എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ദേവിയുടെ ഈ ഒരു തിരുനാമം മാത്രം മതി. ഏതൊരു വീടുകളിൽ നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നുവോ, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നുവോ അവരുടെ വീടുകളിൽ ഒരിക്കലും ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല എന്നു തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ്. സാധിക്കുന്നവർ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലെങ്കിലും ഈ സഹസ്രനാമം മുഴുവനായും പാരായണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ലളിതാംബികയെ നമ, ശ്രീ ലളിതാംബികയെ നമ എന്നുള്ള ഈ മന്ത്രവും ജപിക്കുക. പൂർണ്ണമായും ലളിതാ സഹസ്രനാമം ജപിച്ചതിനുള്ള ഫലം നിങ്ങളെ തേടി വരും. നമ്മൾ ഏതൊരു കാര്യം മുൻനിർത്തിയാണോ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുന്നത്, അതല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും മാറിക്കിട്ടണമെന്ന് ദേവിയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഉടൻ തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഏതൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നുവോ അവർക്ക് മാത്രമേ ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാനായിട്ടോ അല്ലെങ്കിൽ സഹസ്രനാമം ജപിച്ചു തുടങ്ങാനായിട്ടോ സാധിക്കുകയുള്ളൂ എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ, അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അന്യോന്യത വർദ്ധിക്കുവാൻ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര മാർഗം തന്നെയാണ് ശ്രീ ലളിതാംബികയെ നമ എന്നുള്ള ഈ നാമം. അതിനാൽ തന്നെ നിങ്ങൾ ദിവസവും നിങ്ങളെക്കൊണ്ട് എത്ര തവണ ഈ നാമം ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ചൊല്ലുക. എത്ര തവണ പൂജാമുറിയിലിരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ നിങ്ങൾ ജപിക്കുക. ഇതിൽ എണ്ണമോ അതുപോലെ തന്നെ ഏത് സമയത്ത് ജപിക്കണമെന്നോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ മനസ്സിലെ വേദനകൾക്ക് ഒരു മരുന്ന് എന്നു തന്നെ ഈ നാമത്തെ പറയാവുന്നതാണ്. തുടർച്ചയായി ജപിച്ചു നോക്കുക. 100% ഫലം തരുന്ന ഒരു നാമം തന്നെയാണ് ഇത്. അതിനാൽ നിങ്ങൾക്ക് എത്ര വലിയ വിഷമമുണ്ടെങ്കിലും ആ വിഷമങ്ങളെല്ലാം നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യുവാൻ ദേവിയുടെ ഈ ഒരു തിരുനാമം മാത്രം മതി. ശ്രീ ലളിതാംബികയെ നമ, ശ്രീ ലളിതാംബികയെ നമ, ശ്രീ ലളിതാംബികയെ നമ എന്നുള്ള ഈ നാമം ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു കുളിര് കോരുന്നത് പോലെ ഉണ്ടാകും. കാരണം അത്രയും പവർഫുള്ളായ ഒരു മന്ത്രം തന്നെയാണ് ഇത്. നിങ്ങൾ ഭക്തിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ജപിച്ചു നോക്കുക. തീർച്ചയായും ഫലം ഉറപ്പ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.